ഇപ്പൊ തന്നെ താങ്കളുടെ പല റിവ്യൂസും ഇപ്പോ ഈ അനിമലിന്റേതാവട്ടെ, പിന്നെ ജയിലറിന്റേതാവട്ടെ, ഈ പോപ്പുലർ ഒപ്പീനിയനോട് അങ്ങനെ യോജിക്കുന്നതല്ല. അതിൽ നിന്ന് കുറച്ച് മാറിയുള്ള ഒരു ഒപ്പീനിയനാണ് താങ്കൾക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. ഇപ്പോ നമ്മൾ മലയാളത്തിലെ തന്നെ മറ്റൊരു പ്രമുഖ യൂട്യൂബർ ആയിട്ടുള്ള കോക്കിന്റെ റിവ്യൂ നോക്കുകയാണെങ്കിൽ പലപ്പോഴും അദ്ദേഹത്തിന്റെ റിവ്യൂ ഇപ്പോ കാതൽ പോലെയുള്ള ചില എക്സെപ്ഷൻസ് മാറ്റി നിർത്തിയ പലതും പോപ്പുലർ ഒപ്പീനിയനോട് ചേർന്ന് നിൽക്കുന്ന റിവ്യൂസ് ആണ്. ഉം. താങ്കളുടെ റിവ്യൂസ് എന്താണ് ഇപ്പൊ കൂടുതൽ അങ്ങനെ വരാനായിട്ട് ഇങ്ങനെ തോന്നിയിട്ടുള്ളത്? അത് സത്യം പറഞ്ഞാൽ താങ്കൾ സിനിമയെ എനിക്കറിയില്ല. നോക്കിക്കാണുന്ന രീതിയാണോ? എന്താണ് അങ്ങനെ തോന്നിയിട്ടുള്ളത്, അങ്ങനെ ആയിരിക്കാം. വരാൻ കാരണം? ആയിരിക്കാം. ഇപ്പൊ ഓരോ റിവ്യൂവേഴ്സിനും ഓരോ സ്റ്റൈലുണ്ട്. അവർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന സിനിമകൾക്കൊരു പാറ്റേൺ ഉണ്ട്. ഇപ്പൊ നിങ്ങൾ എന്റെ കാര്യം പറഞ്ഞപ്പോ അതിനകത്ത് ആനിമലും പിന്നെ ഏതായിരുന്നു? ജയിലറുമാണ് പറഞ്ഞത്. ജയിലർ അത് എനിക്ക് നമ്മള് പെട്ടെന്ന് കോക്കിന്റെ ഓർമ്മ കാര്യം വന്നപ്പോ പറഞ്ഞു. അതെ. അതേ അതെ. സമയം നമ്മള് കോക്കിന്റെ കാര്യം നോക്കിയാൽ അവിടെ ഭീഷ്മപർവ്വം വരുന്നുണ്ട്. കാതൽ വരുന്നുണ്ട്. അതേസമയം അദ്ദേഹത്തിന്റെ ഈ ഇയർ എൻഡ് റൗണ്ട് അപ്പ് വീഡിയോ ചെയ്തപ്പോ അദ്ദേഹം കാതലിനെ കുറിച്ച് നല്ല രീതിയിലാണ് സംസാരിച്ചത്. അപ്പം ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ആളുകളും സിനിമ കാണുന്നത് മാറുന്നത് കൊണ്ടാണ്. ഇപ്പം കോക്കിന്റെ പെർസ്പെക്റ്റീവ് നല്ലതാണ്. എന്റെ പെർസ്പെക്റ്റീവ് മോശമാണ്. അല്ലെങ്കിൽ എന്റെ പെർസ്പെക്റ്റീവ് ആണ് നല്ലത് എന്നൊന്നും നമുക്കിതിൽ പറയാൻ പറ്റില്ല. നമ്മളൊരു സിനിമ കണ്ടു. ആ സിനിമ നമ്മളെ അഫക്ട് ചെയ്തത് ഇങ്ങനെയാണ്. പിന്നെ നമ്മൾ ജനിച്ചു വളർന്ന ഒരു സോഷ്യോ പൊളിറ്റിക്കൽ എൻവയറൺമെന്റ് ഉണ്ട്. അതിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ സിനിമ കാണുന്നത്. നിങ്ങളിപ്പം എന്താ പറയാ ഒരു എന്താ വിദേശ രാജ്യത്തുള്ള ഒരു സിനിമ കൊണ്ടുവരുന്നു. ആ സിനിമ നിങ്ങൾ എവിടെ പ്രദർശിപ്പിക്കുന്നു എന്നുള്ള അനുസരിച്ചിരിക്കും അതെങ്ങനെ റിസീവ് ചെയ്യുന്നു എന്നുള്ളത്. നമുക്കിപ്പോ ഒരു സിറ്റിയിലൊക്കെ ജീവിക്കുന്ന ആളുകൾക്ക് വളരെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന അതേ സിനിമ അത്തരം ഒരു ബിൽഡിംഗ് ഒന്നും കണ്ടിട്ടില്ലാത്ത ഒരു കുഗ്രാമത്തിൽ എവിടെയെങ്കിലും കൊണ്ട് പ്രദർശിപ്പിച്ചു കഴിഞ്ഞാൽ അവർക്കത് റിലേറ്റ് ചെയ്യാൻ പറ്റിയില്ല എന്ന് വരും. എന്ന് പറഞ്ഞ പോലെ നമ്മൾ ജനിച്ചു വളർന്ന സാഹചര്യങ്ങളിലൊക്കെ അനുസരിച്ചും നമ്മൾ ജീവിക്കുന്ന നമ്മുടെ സൗഹൃദങ്ങളുടെ പിന്നെ ആ സിനിമ കാണുന്ന സമയത്തുള്ള ആംബിയൻസ് ഞാൻ ഈ പറഞ്ഞ തിയേറ്റർ എക്സ്പീരിയൻസ് എന്താണെന്നുള്ളത് ഇതൊക്കെ നമ്മുടെ റിവ്യൂവിനെ ഒരുപക്ഷെ ബാധിച്ചേക്കാം. അപ്പൊ അങ്ങനെയുള്ള പല കാര്യങ്ങൾ കൊണ്ട് സംഭവിക്കുന്നതായിരിക്കാം ഈ പറയുന്ന ഞങ്ങളിപ്പം ഞാനും ഗോക്കും സംസാരിക്കുമ്പോഴാണെങ്കിലും നമ്മുടെ രണ്ടുപേരുടെ അഭിപ്രായങ്ങൾ യോജിക്കാത്ത സിറ്റുവേഷൻസ് വരുമ്പോഴും ഞങ്ങൾ അതിനെക്കുറിച്ച് വീണ്ടും സംസാരിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നത് അതുപോലെ ഷസാമിന്റെ അടുത്ത് സംസാരിക്കും. അപ്പം അത് ഓരോരുത്തരുടെ അഭിപ്രായമാണ്. ആ അഭിപ്രായത്തിനോട് എത്ര പേർ യോജിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പം ജയിലറിന്റെ റിവ്യൂ വന്നതിന് ശേഷം ഒരുപാട് ഈ പറഞ്ഞ പോലെ പൊങ്കാല, ഏറിപ്പോക്ക് പരിപാടികളൊക്കെ ഉണ്ടാകുമ്പോഴും എന്നെ വിളിച്ചിട്ട് നിങ്ങൾ പറഞ്ഞതാണ് ശരിയെന്ന് പറഞ്ഞ കുറെ ആളുകളുണ്ട്. അതായത് എന്നെ സ്ഥിരമായി അങ്ങനെ വിളിക്കാത്ത കുറെ ആളുകൾ. എനിക്കും തോന്നിയടാ അത് അങ്ങനെയാണെന്നുള്ളത്. ഇതെന്താന്ന് മനസ്സിലാവുന്നില്ല ഈ ആൾക്കാരുടെ സംഭവം എന്താണെന്ന് മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞവരുണ്ട്. അപ്പൊ അവരുടെ പ്രശ്നം എന്താണ്? ഞാൻ മാത്രമല്ല അഭിപ്രായത്തിൽ നിന്ന് മാറി നിൽക്കുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ ജയിലറിന്റെയൊക്കെ റിവ്യൂ ആണെങ്കിലും ഞാൻ ഇപ്പൊ അതിലെ നോക്കിക്കാണുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റിവ്യൂ അക്സെപ്റ്റ് ചെയ്യുന്ന ആളുകളാണ് അതിൽ ലൈക്ക് ചെയ്യുന്നത്. ഡിസ്ലൈക്ക് കൗണ്ട് യൂട്യൂബ് ഹൈഡ് ചെയ്തിട്ടുണ്ടെങ്കിലും ക്രോമിൽ നിങ്ങൾക്ക് അത് എനേബിൾ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് എനേബിൾ ചെയ്ത് വെച്ചിട്ട് നോക്കുകയും നിങ്ങളുടെ അഭിപ്രായം പ്ലസ് കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായത്തിനോട് യോജിക്കുന്നവരുടെ എണ്ണം എടുത്തിട്ട് ലൈക്ക് ഡിസ്ലൈക്ക് റേഷ്യോ എടുത്ത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഇത് നടക്കുന്നതെന്ന്. ജയിലറിന്റെ റിവ്യൂവിൽ ഒരുപക്ഷെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള എൻ്റെ വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് കാണുന്ന ആൾക്കാരിൽ ഒരു വലിയ വിഭാഗത്തിന് എൻ്റെ പെർസ്പെക്റ്റീവിനോട് യോജിക്കാൻ പറ്റിയിട്ടുണ്ടാവാം. ആനിമലിന്റെ കാര്യത്തിലും അങ്ങനെ ആയിരിക്കാം. കാര്യം ഞാനൊരു ലൈക്ക് ടു ഡിസ്ലൈക്ക് റേഷ്യോ എടുത്ത് വെച്ച് നോക്കുമ്പോൾ എനിക്ക് അങ്ങനെയാണ് മനസ്സിലാവുന്നത്. പിന്നെ ഇതിനു മുമ്പ് വന്നിട്ടുള്ള കുറച്ച് പ്രൊപ്പഗാൻഡ മൂവികളെയൊക്കെ വിമർശിക്കുന്ന സമയത്ത് ഈ പറഞ്ഞ ലൈക്ക് ഡിസ്ലൈക്ക് റേഷ്യോയിൽ ഭയങ്കരമായിട്ടുള്ള ഒരു വേരിയേഷൻ ഉണ്ട്. ഒരു 60% ലൈക്ക് ചെയ്യും ബാക്കി ഡിസ്ലൈക്ക് വരുന്നത്. മറ്റേതൊക്കെ ഒരു 10% താഴെ മാത്രമാണ് ഡിസ്ലൈക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ അഭിപ്രായത്തിനോട് യോജിക്കാൻ പറ്റാത്തവരാണെങ്കിൽ അവർ ഡിസ്ലൈക്ക് ചെയ്യുകയും അൺസബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യേണ്ടതാണ്. അങ്ങനൊരു വലിയ ചേഞ്ച് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ വളരെ സെൻസിബിൾ ആയിട്ടുള്ള ക്രൗഡാണ് നമ്മുടെയൊക്കെ റിവ്യൂസ് കാണുന്നത്. ഈ കമന്റ് ചെയ്യുന്ന കുറച്ച് ആൾക്കാർ അതായത് വളരെ മോശം ഭാഷ ഉപയോഗിച്ച് കമന്റ് ചെയ്യുന്ന കുറച്ച് ആളുകൾ അവരെ മാറ്റി നിർത്തിയാൽ വളരെ സെൻസിബിൾ ആയിട്ടുള്ള ക്രൗഡാണ്. അവരെന്റെ മാത്രം റിവ്യൂ കണ്ടിട്ട് ഒരു തീരുമാനം എടുക്കുകയൊന്നുമില്ല. അതേപോലെ മറ്റുള്ളവരുടെയും റിവ്യൂസ് കാണും. സുധീഷ് പയ്യന്നൂരിന്റെ റിവ്യൂ കാണും, അശ്വിൻ കോക്കിന്റെ റിവ്യൂ കാണും, ഷസാമിന്റെ റിവ്യൂ കാണും, പിന്നെ റീലോഡ് മീഡിയയുടെ റിവ്യൂ കാണും. ഇതൊക്കെ എടുത്ത് വെച്ചിട്ട് ഇതെല്ലാം കണ്ടിട്ട് അവരതിൽ നിന്ന് മനസ്സിലാക്കും ഇത് ഏതാണെന്നുള്ളത്. ഞാൻ എന്തുകൊണ്ടാണ് ഇപ്പോഴും പോസിറ്റീവ് നെഗറ്റീവ് ഒഴിവാക്കാത്തതെന്ന് വെച്ചാൽ എനിക്ക് ഈ ഇന്ന ഘടകം പോസിറ്റീവായിട്ട് തോന്നി. ചിലപ്പോൾ ആ ഘടകം നിങ്ങൾക്ക് പോസിറ്റീവ് ആയിരിക്കില്ല. എനിക്ക് ഇന്ന ഘടകം നെഗറ്റീവായി തോന്നി. ആ ഘടകം നിങ്ങൾക്ക് നെഗറ്റീവ് ആയിരിക്കില്ല, പോസിറ്റീവ് ആയിരിക്കും. അപ്പം നിങ്ങൾ അതെടുത്ത് പുറത്തിട്ടാൽ മതി. അപ്പൊ അങ്ങനെ തീരുമാനിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്ന സെൻസിബിൾ ക്രൗഡാണ് ഇവിടെയുള്ളത്. അതുകൊണ്ട് ഉണ്ണിയുടെ അഭിപ്രായം എന്താ ഇങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ണിക്ക് ഇതാണ് ഫീൽ ചെയ്തത്. നിങ്ങൾ ആലോചിക്കൂ നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്യാന്നുള്ളത്. ആ ഒരു രീതിയിലാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.